ഓക്കെ. നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററിൽ വേൾഡിൽ പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയാസാണ്. ഇതിൽ നിങ്ങൾ കേട്ടതും ഉണ്ടാകും കേൾക്കാത്തതും ഉണ്ടാവും. സോ ആദ്യമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കമ്പനിയാണ് ഫേസ്ബുക്ക്. സോ ഫേസ്ബുക്കാണ് വേൾഡിൽ തന്നെ നല്ലൊരു സ്കോറിൽ നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ എന്നുള്ളൊരു കൺസെപ്റ്റ് വേൾഡിൽ അവതരിപ്പിച്ച് തന്നെ ആണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയാം. ഇതിനു മുമ്പേ ഒരുപാടുണ്ട്, പലതായിട്ടും ചെറിയ രൂപത്തിലും ചെറിയ ഓഡിയൻസിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ വേൾഡിലൊരു സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു പവർഫുൾ പ്ലാറ്റ്ഫോമായി കൊണ്ടുവന്ന ഒരു ഇതാണ് ഫേസ്ബുക്ക്. സോ ഫേസ്ബുക്കാണ് പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ. ഈ ഫേസ്ബുക്ക് എന്ന കമ്പനിയുടെ കീഴിലാണ് വരുന്ന മറ്റൊരു സോഷ്യൽ മീഡിയയാണ് വാട്സപ്പ്. അപ്പോൾ അതിന് മെറ്റ എന്നാണ് ആ കമ്പനിയുടെ പേര്. സോ അതിൻ്റെ കീഴിൽ തന്നെ പെട്ടതാണ് ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഇത് മൂന്നും ഒരു സിംഗിൾ സോഷ്യൽ മീഡിയ കമ്പനിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മെറ്റ എന്നാണ് ആ കമ്പനിയുടെ പേര്. സോ ഫേസ്ബുക്ക്, പിന്നെ പോപ്പുലർ ആയിട്ടുള്ള വാട്സപ്പ്, പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം. ഏറ്റവും പോപ്പുലർ മീൻസ് കൂടുതൽ ആക്റ്റീവ് യൂസേഴ്സ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ഒരു നല്ല വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുക. എൻ്റയർലി എല്ലാ ഇതിനും സപ്പോർട്ടീവ് അല്ല എങ്കിലും ഇമേജൊക്കെ പോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് എത്രത്തോളം സക്സസ് ആയിട്ടില്ല എങ്കിലും ഒരു മേജർ അഡ്വർടൈസിങ് കമ്പനിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. സോ അത് കഴിഞ്ഞാലാണ് B2B മാർക്കറ്റ് പ്ലേസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ കീഴിലുള്ള കമ്പനിയാണ് യൂട്യൂബ്. ഗൂഗിളിൻ്റെ കീഴിലുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ കീഴിലുള്ള കമ്പനിയാണ് ലിങ്ക്ഡിൻ. B2B മീൻസ് ബിസിനസ് ടു ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത് ലിങ്ക്ഡിൻ. സോ അതിന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മളുടെ ബിസിനസ്, നമ്മളുടെ പ്രൊഫഷൻ, ഇതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് സ്നാപ്ചാറ്റ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോഴത്തെ സെഡ് ജനറേഷൻ അഥവാ വളരെയധികം ഏജ് കുറഞ്ഞൊരു ആളുകളുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ളതാണ് സ്നാപ്ചാറ്റ്. എസ്പെഷ്യലി ഇവർ ക്യാമറ ഫിൽറ്റേഴ്സ് കൊണ്ടൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് എന്ത് ചെയ്തത്, പോപ്പുലർ ആയത്. പിന്നെ ഇന്ന് വേൾഡിൽ അറിയപ്പെട്ട ഒരു ഇതാണ്, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ ഹൈ റിച്ച് ആയിട്ടുള്ള അഥവാ ഡെവലപ്ഡ് കൺട്രീസിലാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് സ്നാപ്ചാറ്റിന് ഗ്രോത്ത് ഉള്ളത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് വിഷ്വൽ മീഡിയയാണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കിന് നമ്മളുടെ ഒരു വിഷ്വൽ വെച്ച് കണക്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. കോമൺ ആയിട്ട് അത് പോപ്പുലർ എന്ന് പറയുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻസ് ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുന്ന മാത്രം ആളുകൾ, ഇങ്ങനെയൊക്കെയാണ്. സോഷ്യൽ മീഡിയ ആണോ എന്ന് ചോദിച്ചാണ്, എന്നാൽ ഒരു പേഴ്സണൽ പ്രൊഫൈലിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. അവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ കണ്ടൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പിൻ ബോർഡ് പോലെയാണ് പിൻട്രസ്റ്റ് എന്നുള്ളത്. ഇൻട്രസ്റ്റുകൾ നമ്മളൊരു ഇൻട്രസ്റ്റ് പിൻ ചെയ്ത് വെച്ചാൽ ആ ബോർഡിലേക്ക് ഒരുപാട് നമ്മുടെ മറ്റ് റിലേറ്റഡ് ഇൻട്രസ്റ്റുകൾ അതുപോലെ നമുക്ക് കാണിച്ചു തരും. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെയാണ് ട്വിറ്റർ. കോൺവെർസേഷൻസിന് അല്ലെങ്കിൽ ടെക്സ്റ്റിന് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഡെവലപ്ഡ് കൺട്രീസിൽ തന്നെയാണ് മെയിനായിട്ട് ട്വിറ്ററിന് ഇപ്പോഴും നല്ല ഒരു സ്വീകാര്യത ഉള്ളത്. ഇന്ന് വേൾഡിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് എക്സ് എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്. ട്വിറ്റർ എന്ന് മാറ്റിയിട്ട് ഇലോൺ മസ്ക് എന്നൊരാൾ CEO വന്നതിന് ശേഷം എക്സ് എന്നുള്ള ഒരു പേരിലേക്ക് റീബ്രാൻഡ് ചെയ്യപ്പെട്ടു. സോ പിന്നെ ഉള്ളതാണ് റെഡിറ്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ്. ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫോറംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് റെഡിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഒരു അഡൽട്ട് സോഷ്യൽ മീഡിയയാണ്. അതാണ് റെഡിറ്റിൻ്റെ പ്രത്യേകത. എല്ലാ ടൈപ്പ് ഒരു പ്രത്യേകതരം ആളുകളാണ് അതിലുള്ളതെന്ന്. നമുക്ക് നോളജ് സീക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി കയറിയിട്ട് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുള്ള, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അഥവാ ക്വസ്റ്റ്യൻ ചോദിക്കാം, നമുക്ക് തന്നെ ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ മറ്റു ഒരുപാട് പേരുകളും ആൻസർ ചെയ്യാം. ഇതിലും അതുപോലെ തന്നെ ഈ റെഡിറ്റിലും കോറയിലും ഒന്നും എന്തില്ല, അതുപോലെ തന്നെ പിൻട്രസ്റ്റിലും വ്യക്തി എന്നുള്ളതിലേക്ക് ഫോളോ അപ്പ് ചെയ്യുന്നില്ല, കണ്ടൻറ് എന്നുള്ളതിലേക്കാണ് അധികം പ്രയോറിറ്റി കൊടുക്കുന്നത്. മാത്രമല്ല കോറയിലൊക്കെ പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ആണെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിനെ നമുക്കൊരു കൃത്യമായിട്ട് വിളിക്കാൻ കഴിയില്ല. കാരണം അതിൽ നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടുക. നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതും മാറ്ററായിട്ട് പൊതുവില്ല. അധികം സെർച്ച് എഞ്ചിനിൽ നിന്നാണ് അതിന് ട്രാഫിക് വരുന്നത്. അപ്പോൾ ഇത്രയാണെന്ന് വേൾഡിൽ പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയാസ്. ഇതിൽ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പുമാണ് നമ്മൾ മെയിനായിട്ട് പറയാം. മറ്റ് ചാപ്റ്ററുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും.